പ്രിയ അധ്യാപകരെ, മാതാപിതാക്കന്മാരെ, വിദ്യാർത്ഥിനികളെ, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഏറെ സന്തോഷമുണ്ട്. സെൻറ്റ് സെബാസ്റ്റ്യൻ പബ്ലിക് സ്കൂൾ 24 വർഷങ്ങൾ പൂർത്തിയാക്കി 25 വർഷത്തെ രജത ജൂബിലിയിലോട്ട് പ്രവേശിക്കുന്നു എന്നറിയുന്നതിൽ. ആരംഭത്തിൽ സ്വാഗതം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹോർമീസ് അച്ഛൻ പറഞ്ഞു, 24 വർഷങ്ങൾക്ക് മുമ്പ് 55 കുട്ടികളായി ആരംഭിച്ച യാത്ര 24 വർഷം കഴിയുമ്പോൾ ഇന്ന് 1200-ൽ പരം കുട്ടികളുമായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അത് ഈ പ്രദേശത്തെ നല്ലവരായ മനുഷ്യരുടെ ആത്മാർത്ഥമായ സഹകരണവും സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ മാനേജ്മെൻറ്റിൻ്റെ കഠിനാധ്വാനവും കാലാകാലങ്ങളിൽ ഇവിടെ സേവനം ചെയ്ത് കടന്നുപോയ ആദരണീയരായ പ്രിൻസിപ്പൽമാരുടെയും അധ്യാപകരുടെയും ഒക്കെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. പല രീതിയിലാണ് നമ്മൾ സ്കൂളുകളെ വിലയിരുത്തുക. നിങ്ങൾക്കറിയാം, ഓരോ മാതാപിതാക്കന്മാരും ഏറെ ചിന്തിച്ച് അന്വേഷിച്ചാണ് തങ്ങളുടെ കുട്ടികളെ സ്കൂൾ കൊണ്ട് ചേർക്കുക. വിദ്യാഭ്യാസ നിലവാരത്തോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന പ്രോത്സാഹനം, അതിലൊക്കെ ഉപരിയായി തങ്ങൾ പഠിക്കുന്ന കുട്ടിയുടെ സ്കൂൾ അഫോർഡബിൾ ആണോ, ഫീസ് സംവിധാനത്തിൽ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതാണോ എന്നൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും കുട്ടികളെ സ്കൂളിൽ ചേർക്കുക. സെൻറ്റ് സെബാസ്റ്റ്യൻ പബ്ലിക് സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് ഞാനിപ്പോൾ താമസിക്കുക, തൃപ്പൂണിത്തുറ. മാതാപിതാക്കന്മാരുടെ സംസാരങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഏവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള, ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ഫീസ് സംവിധാനം സ്കൂളിലുള്ളതാണ് ഇതിൻ്റെ വളർച്ചയുടെ പിന്നിലെ വലിയ രഹസ്യം. കൂടാതെ വലിയ ഫീസ് ഇല്ലെങ്കിലും വലിയ വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസവും ശിക്ഷണവും കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നുള്ളതിൽ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛൻ ഹോർമീസ് അച്ഛൻ എൻ്റെ ജസ്റ്റ് സീനിയറാണ്. ഞങ്ങൾ വർഷങ്ങൾ ഒരുമിച്ച് സ്നായിൽ പഠിച്ചത്. വൈദിക പരിശീലനത്തിന് ശേഷം അച്ഛൻ ദീർഘനാളുകൾ വിദ്യാഭ്യാസ മേഖലയിലാണ് സേവനം ചെയ്തത്. അച്ഛനെ സ്തുതിക്കാൻ വേണ്ടിയല്ല, ഞാൻ ഇവിടേക്ക് തൃപ്പൂണിത്തേക്ക് വരുന്നതിന് മുമ്പ് കുറ്റിപ്പുഴ പള്ളിയിലായിരുന്നു. അവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ ഒരിക്കൽ അച്ഛനെ നിയമിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തതാണ്. അപ്പോഴത്തേക്കും അവിടെ മറ്റൊരു അച്ഛനെ യാദൃശ്ചികമായിട്ട് നിയമിച്ചു പോയി. ഞാനൊക്കെ ചെല്ലുന്നതിന് മുമ്പാണ്. പക്ഷേ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ അച്ഛൻ സേവനം ചെയ്തിട്ടുണ്ടോ ആ സ്ഥാപനങ്ങളെയൊക്കെ ഇല്ലായ്മയിൽ നിന്ന്, അല്ലെങ്കിൽ വളരെ മോശമായ അവസ്ഥയിൽ നിന്ന് ഉയരങ്ങളിലോട്ട് കൈപിടിച്ച് ഉയർത്തിയതിൻ്റെ കഥകൾ ഒത്തിരി പറയാൻ എനിക്ക് സാധിക്കും. അച്ഛൻ കാലടിയിൽ ആയിരുന്നപ്പോഴൊക്കെയുള്ള അനുഭവമുണ്ട്, കോളേജിലൊക്കെ ആയിരുന്നപ്പോൾ. ഇതൊന്ന് ഇവിടെയും അച്ഛനെ തെളിയിച്ചു എന്നാണ് മനസ്സിലാക്കുക. അതിൻ്റെ വലിയ വിജയമാണല്ലോ 1200-ൽ പരം കുട്ടികൾ ഇന്ന് സ്കൂളിലായിരിക്കുകയും ഇവിടെ പ്രസംഗങ്ങളിലും മുഴങ്ങി നിന്ന ഒരു സ്നേഹകൂടാരം, സെൻറ്റ് സെബാസ്റ്റ്യൻസ് സ്നേഹകൂടാരം തീർക്കാനായിട്ട് ഇവിടെ സാധിക്കുകയും ചെയ്തതുകൊണ്ട് തീർച്ചയായും ഞാൻ അഭിനന്ദിക്കുന്നു അച്ഛനെയും മാനേജറായിരിക്കുന്ന മാമ്പിളിച്ചനെയും ഒക്കെ. ഒരു പ്രിൻസിപ്പളിൻ്റെ മാത്രം അധ്വാനം കൊണ്ട് സ്കൂൾ വിജയിക്കില്ല. മാനേജ്മെന്റ് നിർലോഭമായ സപ്പോർട്ടും അധ്യാപകരുടെ സഹകരണവും ഒക്കെ കൂടുമ്പോഴാണ് സ്കൂൾ വിജയിക്കുക. ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂൾ അതിൻ്റെ വലിയൊരു ഉദാഹരണമായിട്ട് ഇവിടെയുള്ള കുട്ടികളുടെ സ്ട്രെങ്ത്തും നിങ്ങളുടെ സഹകരണം കാണുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. അതിന് നിങ്ങളെ അഭിനന്ദിക്കുന്നു, എല്ലാ ആശംസകളും നേരുകയാണ്. 25 വർഷം പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രായിരം കുട്ടികളാണ് സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തോട്ടിറങ്ങിയത്. ഈ പ്രദേശത്ത് തന്നെ ഇതിൻ്റെ സാംസ്കാരിക, വിദ്യാഭ്യാസ, സാമൂഹിക മേഖലയിൽ ഈ സ്ഥാപനം ചെലുത്തിയിരിക്കുന്ന സ്വാധീനം എത്ര വലുതായിരിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ നിന്ന് പഠിച്ചുപോയ കുട്ടികൾ ചെയ്യുന്ന ശുശ്രൂഷകൾ എത്ര മനോഹരമായിരിക്കും. എത്ര വ്യക്തികളുടെ ഉപജീവന മാർഗം കണ്ടെത്താനായിട്ട് സ്കൂൾ സഹായിച്ചു. ജീവിതത്തിന്റെ വിവിധ മേഖലകളിലോട്ട് എത്രയോ കുട്ടികളെ കൈപിടിച്ചുയർത്താനായിട്ട്, ഒത്തിരിയേറെ കുട്ടികളെ
ജീവിത വഴികൾ കണ്ടെത്തി വളരാൻ സഹായിച്ചതിന്റെ സംതൃപ്തിയിൽ ജീവിക്കുന്ന എത്രയോ അധ്യാപകരുണ്ട് സ്കൂളിൽ. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചില ചിന്തകളാണ് ഇതൊക്കെ. അങ്ങനെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ ഈ സ്ഥാപനം ചെലുത്തിയ സ്വാധീനത്തെ അല്ലെങ്കിൽ ഈ സ്ഥാപനം നൽകിയ സംഭാവനകളെ അയവിറക്കാനുള്ള അവസരമാണ് 25 വർഷത്തെ ജൂബിലി ആഘോഷിക്കുമ്പോൾ. ഒരു ഘട്ടം തന്നെ പിന്നിട്ട് മുമ്പോട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം തീർച്ചയായും വിവിധങ്ങളായ പരിപാടികളിലൂടെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ എല്ലാവർക്കും, പഠിപ്പിച്ചു പോയ അധ്യാപകർക്കും ഒരിക്കൽ ഒരു വട്ടം കൂടെ സ്കൂളിലോട്ട് കടന്നു വരാൻ അവസരമുണ്ടാകും. സ്കൂളിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ അനുസ്മരിക്കാൻ, അംഗീകരിക്കാൻ, ആദരിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. സ്കൂളിൽ നിന്ന് ആഴ്വിളികളെ ഒരിക്കൽ കൂടെ അയവിറക്കാനും അവസ്മരണീയമായ മുഹൂർത്തങ്ങളെ ഒന്നും കൂടി പ്രതിഫലിപ്പിക്കാനൊക്കെ അവസരം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുക. അങ്ങനെ ഈ ഒരു ജൂബിലി വർഷം വരും വർഷങ്ങൾക്ക് അടിസ്ഥാനമിട്ട് പോകുവാനായിട്ട് സഹായകമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഏകദേശം 10 വർഷത്തോളമായി പ്രിൻസിപ്പളായിട്ട് ഓർഗനൈസേഷനിലൂടെ സേവനം ചെയ്തു. തീർച്ചയായും ഈ 10 വർഷം ഇവിടെ ശുശ്രൂഷ ചെയ്ത അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ ജൂബിലി വർഷം ആഘോഷിക്കാനുള്ള അവകാശവും അതിലുപരി അത് കൂടുതൽ കളർഫുൾ ആക്കാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുക. അപ്പൊ അടുത്ത വർഷത്തെ പരിപാടികൾ ഈ ജൂബിലിക്ക് നിറം പകർന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്കൂൾ നൽകുന്ന എല്ലാ സേവനങ്ങളെയും അനുസ്മരിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ട് നല്ലൊരു ജൂബിലി വർഷം ആശംസിച്ച് ദീപാനം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.